നമസ്കാരം. ഒരു ക്ഷേത്രത്തിന്റെ വാതിക്കൽ തുടങ്ങിയ ആ വാശി എങ്ങനെയാണ് ഒരു രാജ്യത്തെ വിപ്ലവത്തിലേക്കും പട്ടിണിയിലേക്കും നയിച്ചതെന്ന് നോക്കാം. ഈ കഥ തുടങ്ങുന്നത് 1988-ലാണ്. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും ഭാര്യ സോണിയാഗാന്ധിയും നേപ്പാൾ സന്ദർശനത്തിന് എത്തുന്നു. നേപ്പാളിലെത്തിയാൽ പിന്നെ പശുപതിനാഥ ക്ഷേത്രത്തിൽ പോകാതെ എങ്ങനെയാണ്? സോണിയാഗാന്ധിക്കും അവിടെയൊന്ന് തൊഴണമെന്ന് ആഗ്രഹം തോന്നി. എന്നാൽ അവിടെയാണ് സംഗതി പ്രശ്നമായത്. പശുപതിനാഥ ക്ഷേത്രത്തിൽ ഹിന്ദുക്കൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ എന്ന കടുപ്പമേറിയ ഒരു നിയമമുണ്ട്. സോണിയാഗാന്ധി ഇറ്റാലിയൻ വംശജയും ജനനം കൊണ്ട് കത്തോലിക്ക വിശ്വാസിയുമായതിനാൽ അവർ ഹിന്ദുവാണെന്ന് അംഗീകരിക്കാൻ ക്ഷേത്ര അധികൃതർ തയ്യാറായില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പത്നിയാണെന്ന പരിഗണനയൊന്നും നൽകാതെ ക്ഷേത്ര കവാടത്തിൽ വെച്ച് അവരെ തടഞ്ഞു. ഇത് രാജീവ് ഗാന്ധിക്ക് വലിയൊരു ഷോക്കായിരുന്നു. തന്റെ പത്നിയെ ഇങ്ങനെ പരസ്യമായി തടഞ്ഞത് അദ്ദേഹത്തെ വ്യക്തിപരമായി ഏറെ വേദനിപ്പിച്ചു. അത് തന്റെ അന്തസ്സിനേറ്റ മുറിവായാണ് അദ്ദേഹം കണ്ടത്. അന്ന് നേപ്പാൾ ഭരിച്ചിരുന്നത് ബീരേന്ദ്ര രാജാവായിരുന്നു. ലോകത്തെ ഏക ഹിന്ദുരാഷ്ട്രം എന്ന പദവിയായിരുന്നു അന്ന് നേപ്പാളിന്. രാജാവിനെ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരമായാണ് അവിടുത്തെ ജനങ്ങൾ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷേത്ര ആചാരങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ രാജാവ് തയ്യാറായില്ല. രാജീവ് ഗാന്ധി വിചാരിച്ചത് രാജാവ് വിചാരിച്ചിരുന്നു എങ്കിൽ സോണിയാഗാന്ധിക്ക് പ്രവേശനം നൽകാമായിരുന്നു എന്നാണ്. പക്ഷേ പാരമ്പര്യവാദിയായ രാജാവ് അതിന് വഴങ്ങിയില്ല. ഈ സംഭവം പതുക്കെ രണ്ട് ഭരണാധികാരികൾ തമ്മിലുള്ള വ്യക്തിപരമായ ഒരു വിദ്വേഷമായി പുകഞ്ഞു. പിന്നീട് പാകിസ്ഥാനിൽ നടന്ന സാർക്ക് ഉച്ചകോടിയിൽ വെച്ച് ഇത് ആളിപ്പടർന്നു. അവിടെ ഇരുവരും പരസ്പരം മിണ്ടാൻ പോലും കൂട്ടാക്കിയില്ല. ഇതിന്റെ എല്ലാം ആകത്തുക എന്നോണം 1989 മാർച്ചിൽ ഇന്ത്യ നേപ്പാളിന് മേൽ കടുത്ത സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി. 3 വശവും ഇന്ത്യയിൽ ചുറ്റപ്പെട്ട നേപ്പാളിന് ഇന്ത്യ കനിഞ്ഞാലേ ഉപ്പ് പോലും കിട്ടൂ എന്നതായിരുന്നു അവസ്ഥ. ഇന്ത്യ നേപ്പാളിലേക്കുള്ള അതിർത്തികളെല്ലാം അടച്ചു. പിന്നീട് കണ്ടത് നേപ്പാളിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ദുരിതമാണ്. പെട്രോളും ഡീസലും ഇല്ലാതായതോടെ വണ്ടികളൊന്നും ഓടാതെയായി. സ്കൂളുകളും ആശുപത്രികളും അടച്ചുപൂട്ടി. ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഭക്ഷണം പാകം ചെയ്യാൻ ജനങ്ങൾ കാടുകൾ വെട്ടി വിറകുകൾ ശേഖരിച്ചു. 15 മാസത്തോളം നീണ്ടുനിന്ന ഈ ഉപരോധം നേപ്പാളിലെ സാധാരണ ജനങ്ങളെ പട്ടിണിയിലേക്കും തള്ളിവിട്ടു. പക്ഷേ ഈ ഉപരോധം അപ്രതീക്ഷിതമായ ഒരു മാറ്റത്തിനാണ് വഴിമരുന്നിട്ടത്. പട്ടിണിയിലായ ജനങ്ങൾ രാജാവിനെതിരെ തിരിഞ്ഞു. ഇന്ത്യയുമായി ഒത്തുതീർപ്പിന് തയ്യാറാകാതെ ഞങ്ങളെ പട്ടിണിക്കിടുന്ന രാജാവ് വേണ്ട എന്ന മുദ്രാവാക്യവുമായി അവർ തെരുവിലിറങ്ങി. ഇത് നേപ്പാളിലെ രാജഭരണത്തിന്റെ അന്ത്യത്തിന് വഴിമരുന്നിട്ടു. 1990-ൽ രാജാവിന് തന്റെ സർവാധികാരവും ഉപേക്ഷിക്കേണ്ടി വന്നു. അങ്ങനെ ഈ ഉപരോധ നിമിത്തം നേപ്പാൾ ഒരു ജനാധിപത്യ രാജ്യമായി മാറി. പശുപതിനാഥന്റെ ക്ഷേത്രവാദിക്കൽ തുടങ്ങിയ ഒരു ചെറിയ തർക്കം ഒരു രാജ്യത്തിന്റെ ഭരണഘടന തന്നെ മാറ്റിവെച്ചു. വെബ് ഡെസ്ക് തത്തുമൈ TV.